അത് എങ്ങനെ സ്വന്തമായിട്ട് ചെയ്യാൻ നോക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത്. കാരണം നിങ്ങൾ എക്സാമിൻ്റെ കേസിലെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പ്രോബ്ലംസ് കൂടുതൽ ആൾക്കാരും ചെയ്യുന്ന കാണുന്നില്ല. ഈ എക്സാമിന് കൂടുതൽ പ്രോബ്ലംസ് ഉണ്ടായിരുന്നില്ല. സോ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ട്യൂട്ടോറിയൽ അവേഴ്സിനെക്കാളും നിങ്ങൾക്ക് അസൈൻമെൻറ്റ് തരുന്ന സ്വന്തമായിട്ട് പ്രോബ്ലം ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ്. അതിപ്പോൾ തെറ്റിയാലും കുഴപ്പമൊന്നുമില്ല, അത് നിങ്ങൾക്ക് വേറെ വെരിഫൈ ചെയ്യണം. നിങ്ങളുടെ സീരിയസ് എക്സാം 2ൻ്റെ ആൻസർ പേപ്പർ നോക്കുന്നുണ്ട്. നന്നായിട്ട് എല്ലാ ആൻസർ പേപ്പറും ഒരേപോലെയാണ്. സോ അത് ആരുടെയാണ് ഒറിജിനൽ ആൻസർ പേപ്പർ എന്നുള്ളത് കണ്ടുപിടിക്കാൻ ശ്രമം നടക്കുന്നുണ്ട്. ഓക്കെ സോ സീരിയസ് എക്സാം ഒക്കെ സ്വന്തമായിട്ട് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലത്. കാരണം സബ്ജക്റ്റ് നിങ്ങൾക്ക് നന്നായിട്ട് പഠിക്കുക. ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഈ സെമസ്റ്റർ ഇപ്പോൾ 6 മൊഡ്യൂൾ ഉണ്ടല്ലോ, അത് കഴിഞ്ഞ് കഴിയുമ്പം നിങ്ങൾ എന്തായാലും പഠിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഇപ്പോൾ എക്സാമിന് ജയിക്കണം എന്നുണ്ടെങ്കിൽ, അതായത് എക്സാമിന് പാസ് ഔട്ട് ചെയ്യണമെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് നോട്ട് ഔട്ട് ചെയ്തെടുത്ത് തരാം. ഓക്കെ, ഇപ്പോൾ 46 ആൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. So we discussed the two Maxwell's equation, first equation and second equation, which says that which discuss about the net electric and magnetic flux closed by us. നമ്മളൊരു ഇമാജിനറി വോളിയം കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അത് എൻക്ലോസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫ്ലക്സ് എത്രയായിരിക്കും? We seen that from Maxwell's first equation, it is related to charge density. അതായത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന വോളിയത്തിനുള്ളിൽ if there is any charge, then we get a finite value for the flux density enclosed by that surface. If there is no charge is present, that means net flux enclosed by the surface is 0. And in case of magnetism, if we are talking about magnetic flux lines or magnetic flux density, the net flux enclosed by the surface in every point, ഏതൊരു പോയിന്റിൽ നമ്മൾ ഒരു ഇമാജിനറി സർഫസ് എടുക്കുകയാണെങ്കിൽ, that the net flux enclosed by that surface should be 0. ഇതെന്തായാലും നമ്മളെ ഒരു മാഗ്നറ്റിൻ്റെ ഉള്ളിലോ മാഗ്നറ്റിൻ്റെ സൈഡിലോ നോർത്ത് പോളിൻ്റെ അടുത്തോ എവിടെ നമ്മൾ ഒരു ഇമാജിനറി സർഫസ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാലും the net magnetic flux enclosed by that surface should be equal to 0. That is the physical meaning of Maxwell's second equation. Sir, മെസ്സേജ് ബോക്സ് ഒന്ന് നോക്കൂ. എന്താണ് മെസ്സേജ് ബോക്സ് നോക്കൂ. ഒന്നും കൂടി ക്ലിയർ ആയിട്ട് പറയോ? മെസ്സേജ് ബോക്സ് നോക്കൂ. ഓക്കെ, 1 minute. ഒമ്പതാം തീയതി സ്പെഷ്യൽ ക്ലാസ്സസ് ഉള്ളൂ. എന്താ ഉദ്ദേശിച്ചത്? എന്താണ്? ഒന്ന് ക്ലിയർ ആയിട്ട് പറയുമോ? എനിക്ക് മനസ്സിലായില്ല. ഫുൾ വൈകുന്നേരം വരെ പറയുന്ന ക്ലിയർ ആവുന്നില്ല, ഒന്നും കൂടി പറയുമോ? അതാണ് ചോദിച്ചത്. വൈകുന്നേരം വരെ ക്ലാസ് ഉണ്ട്. സ്പെഷ്യൽ ക്ലാസ് എൻ്റെ സ്പെഷ്യൽ ക്ലാസ് അല്ല ഞാൻ പറഞ്ഞത്. പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷൻ്റെ ഗസ്റ്റ് ലെക്ചർ വന്നൊരു സ്പെഷ്യൽ ക്ലാസ് അല്ലേ, അത് കാരണമാണ് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് എടുക്കുന്നത്. അല്ല, 3:30 വരെ ക്ലാസ് ഉണ്ട്. ഓക്കെ, എൻ്റെ നെറ്റ്വർക്ക് അൺസ്റ്റേബിൾ ആണെന്ന് തോന്നുന്നു. ഇവിടുത്തെ വൈഫൈ അൺസ്റ്റേബിൾ ആണ്, അതുകൊണ്ട് പറയുന്നത് ക്ലിയർ ആവുന്നില്ല. ഒരു കാര്യം ചെയ്യും, ക്ലാസ് കഴിഞ്ഞിട്ട് എന്നെ വിളിക്കുക, അല്ലെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്യും, ഞാൻ ക്ലിയർ ആക്കി തരാം, അല്ലെ ഗ്രൂപ്പിലിടാം. ഓക്കെ, ഓക്കെ അല്ലേ? ഓക്കെ, ഓക്കെ സർ. സോ വൺ മിനിറ്റ്, ഞാനൊന്ന് നെറ്റ്വർക്ക് ഒന്ന് മാറ്റി കണക്ട് ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ വൈഫൈ ഭയങ്കര സ്ലോ ആണ്. ഇപ്പൊ ഞാൻ പറയുന്നത് ഓഡിബിൾ ആണോ? ഓഡിബിൾ ആണെങ്കിൽ ആരെങ്കിലും തബ്സപ്പ് ചെയ്യും.
Okay. So we are talking about the third equation, Maxwell's third equation. Maxwell's third equation is just another mathematical representation of Faraday's law of electromagnetic induction. നമ്മൾ പറഞ്ഞില്ലേ മാക്സ്വെല്ലിൻ്റെ ആദ്യത്തെ രണ്ട് ഇക്വേഷനും ഗോസസ് ലോ ഇൻ ഇലക്ട്രിക് ഫ്ലക്സിൻ്റെയും മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെയും വെക്ടർ കാൽക്കുലസ് അതായത് ഡൈവേർജൻസ് യൂസ് ചെയ്തിട്ടുള്ള എക്സ്പ്രഷൻ ആയിരുന്നു. സിമിലർലി മാക്സ്വെൽസ് തേർഡ് ഇക്വേഷൻ ഈസ് ജസ്റ്റ് അനദർ mathematical representation of Faraday's law of electromagnetic induction. What is Faraday's law of electromagnetic induction? What does it say? It says that if the magnetic flux associated with a circuit changes with time, then there will be an induced EMF E is produced inside it. The induced EMF E is given by rate of change of magnetic flux associated with it. നമ്മുടെ കയ്യിലൊരു സർക്യൂട്ട് ഉണ്ട്. ആ സർക്യൂട്ടിന് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് ടൈം വേരി ചെയ്യുമ്പോൾ മാറുന്നുണ്ടെങ്കിൽ, if the magnetic flux associated with that circuit is changing or varying with time, then there will be an induced EMF E. Induced EMF E, that means there will be a potential, there will be a voltage is induced in that circuit. EMF എന്ന് പറയുന്നത് ഒരു വോൾട്ടേജ് ആണ്. Voltage is induced in that circuit, and let E be the strength of the electric field corresponding to induced EMF V. അത് ഈ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഐ ഇ അല്ലെങ്കിൽ ഈ വോൾട്ടേജിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇ ആണെന്ന് വിചാരിക്കുക. We know what is the relation between electric field and electric potential. ഇലക്ട്രിക് ഫീൽഡിൻ്റെയും ഇലക്ട്രിക് പൊട്ടൻഷ്യലും തമ്മിലുള്ള റിലേഷൻ എന്താണ്? നിങ്ങൾ ഓൾറെഡി +2 പഠിച്ചിട്ടുണ്ടാവും. ഇലക്ട്രിക് ഫീൽഡ് is related to electric potential as d minus dv by dl. അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ദ നെഗറ്റീവ് ഗ്രേഡിയന്റ് ഓഫ് പൊട്ടൻഷ്യൽ. അതായത് പൊട്ടൻഷ്യലിന്റെ നെഗറ്റീവ് ഗ്രേഡിയന്റിലാണ് എന്ത് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയാൻ പറ്റും. സോ കറക്റ്റ് ആണ്, പറഞ്ഞ കറക്റ്റ് ആണ്. ഞാൻ പെട്ടെന്ന് വിചാരിച്ചു എനിക്ക് മിസ്റ്റേക്ക് പറ്റിയെന്ന് വിചാരിച്ചു. ഇലക്ട്രിക് ഫീൽഡ് ഈസ് ദ നെഗറ്റീവ് ഗ്രേഡിയന്റ് ഓഫ് പൊട്ടൻഷ്യൽ. സോ ദിസ് പൊട്ടൻഷ്യൽ വി, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ദിസ് ഇലക്ട്രിക് വോൾട്ടേജ് ഓർ പൊട്ടൻഷ്യൽ വി ക്യാൻ ബി റിലേറ്റഡ് ടു ഇലക്ട്രിക് ഫീൽഡ് as d minus dv by dl. ഇതിന് എന്ത് ചെയ്യാൻ പറ്റും? വി ഇസ് റിലേറ്റഡ് ടു ഇലക്ട്രിക് ഫീൽഡ് as ലൈൻ ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എൽ. ഇത് തന്നെയാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒരു സർക്യൂട്ടായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുക മാഗ്നറ്റിക് ഫ്ലക്സിൽ ഒരു ചേഞ്ച് വരുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഇ എം എഫ് അല്ലെങ്കിൽ ഒരു വോൾട്ടേജ് അല്ലെങ്കിൽ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡെവലപ്പ് ചെയ്യും ആ സർക്യൂട്ടിൽ. ആൻഡ് ദാറ്റ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് അസ്യൂം ദാറ്റ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ആൻ ഇലക്ട്രിക് ഫീൽഡ് ഇ. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടായി എന്ന് പറഞ്ഞാൽ there will be a electric field. Let that electric field be E. It can be related to EMF E equal to line integral E dot dl. അപ്പോൾ നമുക്ക് എന്ത് പറ്റി? ഫ്രം ഫാരഡേസ് ലോ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഇ എന്ന് പറയുന്നതിൽ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കിട്ടി. നമ്മളൊരു ഡെറിവേഷൻ ആണല്ലോ ചെയ്യുന്നത്. സോ എങ്ങനെയാണ് ചെയ്തു പോകുന്നത് നമുക്ക് പറയാം. ആൻഡ് ഹിയർ മൈനസ് ഡോ ഫൈ ബൈ ഡോ ടി. ദിസ് ഫൈ ബി ഈസ് ദ മാഗ്നറ്റിക് ഫ്ലക്സ്. നൗ magnetic flux can be related to magnetic flux density B as phi V equal to surface integral B dot ds. That means if we have a surface, നമുക്ക് ഒരു സർഫസ് S ഉണ്ടെന്ന് വിചാരിക്കുക. Now magnetic field lines are passing through the surface. ഈ സർഫസിൽ കൂടി മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പാസ് ചെയ്ത് പോകുന്നുണ്ട്. കൺസിഡർ magnetic field lines are passing through the surface. Then lets phi be the total magnetic flux. Phi B എന്ന് പറയുന്നത് ടോട്ടൽ മാഗ്നറ്റിക് ഫ്ലക്സ് ആണെന്ന് വിചാരിക്കുക. എന്താണ് ഫ്ലക്സ്? ഫ്ലക്സ് എന്താണെന്ന് ഒരുപാട് പ്രാവശ്യം പറഞ്ഞു. ഫ്ലക്സ് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പാസിംഗ് ത്രൂ ദി സർഫസ്. ഈ സർഫസിലൂടെ പാസ് ചെയ്യുന്ന ടോട്ടൽ നമ്പർ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആണ് ഫ്ലക്സ് എന്ന് പറയുന്നത്. ദെൻ ഇറ്റ് ക്യാൻ ബി റെപ്രസെന്റഡ് ആസ് സർഫസ് ഇന്റഗ്രൽ ഓഫ് ബി ഡോട്ട് ഡി എസ്, ഓർ സേ വി ക്യാൻ ഡിവൈഡ് ദി സർഫസ് ഇൻറ്റു ഇൻഫിനിറ്റ് സിമൽ എലമെന്റ്സ് ഓഫ് ഏരിയ. നമ്മൾ ഈ സർഫസിന് എന്ത് ചെയ്തു? ചെറിയ ചെറിയ എലമെന്റ്സ് ഓഫ് ഏരിയ ഡി എസ് ആയിട്ട് വേർതിരിച്ചു. What is the amount of flux passing through this surface ds? ഈ ds എന്ന് പറയുന്നത് ചെറിയ എലമെന്റൽ സർഫസിൽ കൂടി പാസ് ചെയ്യുന്ന ടോട്ടൽ ഫ്ലക്സ് എത്ര ആയിരിക്കും? ഇറ്റ് വിൽ ഗിവൺ ബൈ phi ds equal to b dot ds. Why? b is the flux density. b എന്ന് പറയുന്നത് ഫ്ലക്സ് ഡെൻസിറ്റി ആണ്, അതായത് യൂണിറ്റ് ഏരിയയിൽ കൂടി പാസ് ചെയ്യുന്ന ഫ്ലക്സ്. സോ ds ഏരിയയിൽ കൂടി പാസ് ചെയ്യുന്ന വാട്ട് ഇസ് ദ എമൗണ്ട് ഓഫ് ഫ്ലക്സ് പാസിംഗ് ത്രൂ ഏരിയ ds? ഇറ്റ് ഈസ് b dot ds. And what is the total flux passing through all this? ഈ സർഫസിൽ കൂടി മൊത്തം പാസ് ചെയ്ത് പോകുന്ന ഫ്ലക്സിന്റെ what is the net amount of flux? It is given by surface integral B dot ds.
So substitute, അപ്പോൾ നമുക്ക് ഫ്ലക്സിനൊരു we get an expression for the total magnetic flux in the terms of magnetic flux density. So substitute here. So from Faraday's law, നമുക്ക് E എന്ന് പറയുന്ന EMF ന് ഒരു എക്സ്പ്രഷൻ കിട്ടി. Now we get an expression for magnetic flux. Magnetic flux ന് നമുക്ക് ഇവിടെ ഒരു എക്സ്പ്രഷൻ കിട്ടി. So comparing equation 1, 2 and 1 and 2, we can write magnetic flux or surface integral E dot dl equal to minus dou by dou t of surface integral B dot ds. അല്ലെങ്കിൽ ഈ ഇക്വേഷൻ എവിടുന്നാ വന്നതെന്ന് പറയാം. We know Faraday's law എന്താ? E equal to minus dou phi by dou t. അല്ലെങ്കിൽ E equal to minus phiക്ക് വരെ നമുക്ക് എന്താ കിട്ടിയത്? സർഫസ് ഇന്റഗ്രൽ B dot ds. So dou by dou t of surface integral B dot ds. അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. So our equation becomes, so നമ്മുടെ ഇക്വേഷൻ എന്താ എഴുതി? So our equation become ലൈൻ ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എൽ, അതായത് ഇ എം എഫിന് ഇ എന്നതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇ ഡോട്ട് ഡി എൽ എന്ന് എഴുതി. ഓൾസോ മൈനസ് ഡോ ഫൈ ബൈ ഡോ ടിക്ക് പകരം വി റൈറ്റ് ഡോ ബൈ ഡോ ടി ഓഫ് സർഫസ് ഇന്റഗ്രൽ വി ഡോട്ട് ഡി എസ്. ഓക്കെ, അതവിടെ വെക്കുക. Now this line integral E dot dl can be converted to surface integral using Stokes theorem. നമുക്ക് സ്റ്റോക്സ് തിയറം യൂസ് ചെയ്തുകൊണ്ട് we can convert this line integral E dot dl is equal to surface integral del cross E ds. Or Stokes theorem says that if we have some arbitrary vector E എന്ന് തന്നെ ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ തന്നെ ആവണമെന്നില്ല, വേറെ ഏത് വെക്ടർ ആയിക്കോട്ടെ, then the line integral of that vector, if we have some surface S enclosed by a contour or a line L, then the line integral of this vector over this length, ഈ ലെങ്ത്തിലുടനീളം ഇതിന്റെ ലൈൻ ഇന്റഗ്രൽ എന്ന് പറയുന്നത് എന്താണ്? It can be represented or it can be replaced by the surface integral. If S is the surface enclosing this line, then it can be replaced by, this line integral can be replaced by surface integral del cross E ds. So ഇത് തന്നെയാണ് ചെയ്യുന്നത്. എന്ത് ചെയ്യുന്നു? ലൈൻ ഇന്റഗ്രൽ E dot dl ന് പകരം സർഫസ് ഇന്റഗ്രൽ del cross E ds വെക്കുന്നു. Now our equation becomes, line integral നമ്മൾ റീപ്ലേസ് ചെയ്തു. So our equation becomes surface integral del cross E dot ds equal to minus dou by dou t of surface integral B dot ds. So അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. സർഫസ് ഇന്റഗ്രൽ del cross E dot ds equal to minus of surface integral minus dou by dou t B dot ds. ഇപ്പോൾ രണ്ടും സർഫസ് ഇന്റഗ്രൽ ആണ്. Now take this expression in right hand side into opposite side. So our expression become, ഈ നെഗറ്റീവ് സൈഡിലെ മൊത്തം ടേമിന് എന്ത് ചെയ്യുക? ഈക്വാലിറ്റി സൈൻ്റെ അപ്പുറത്തേക്ക് എടുത്തിടുക. സോ സർഫസ് ഇന്റഗ്രൽ del cross E ds plus surface integral dou by dou t of B dot ds. Here we have some common terms. നമുക്ക് ഈ എക്സ്പ്രഷനിൽ ചില കോമൺ ടേംസ് ഉണ്ട്. Here integration is common. Integration എന്ന് പറയുന്നത് കോമൺ ആണ്. So taking integration operation as common operation, total surface integral del cross E dot ds plus dou by dou t of B dot ds equal to 0. Here our ds, a term dot ds and another term dot ds. So this elemental surface ds is common. So we can take this dot product outside. So our expression become surface integral del cross E plus dou B by dou t dot ds equal to 0. And if this equation is 4, if this equation 4 is true, equation 4 ശരിയാവണമെങ്കിൽ, what is the condition? We know that this surface in elemental surface integral ds cannot be 0. ഈ എലമെന്റ് നമ്മൾ എടുത്ത അസ്യൂം ചെയ്ത സർഫസിന്റെ ds എന്ന് പറയുന്ന എലമെന്റൽ സർഫസ് എന്താണ്, അല്ലെ സർഫസ് ഏരിയ എന്താണ്, അതൊരിക്കലും 0 ആവില്ല. ഇഫ് ദാറ്റ് ഈസ് 0, that is meaningless. ആ അസംഷൻ തന്നെ മീനിങ്ലെസ് ആണ് പറയേണ്ടി വരും. So if this equation is true, then del cross E plus dou B by dou t should be equal to എന്താണ്? This whole term should be 0. ഈ ഇക്വേഷൻ 0 ആണെങ്കിൽ ഈ ടേം മൊത്തം 0 ആയിരിക്കണം. So del cross E plus dou B by dou t equal to 0. Or again rearranging, we will get that del cross E equal to minus dou B by dou t. This is the Maxwell's third equation. ഇതാണ് മാക്സ്വെല്ലിന്റെ തേർഡ് ഇക്വേഷൻ. സോ എന്താണ് ചെയ്തത്? ആദ്യം തന്നെ യൂസിങ് ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ നമ്മൾ എന്ത് ചെയ്തു? ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ് ആദ്യം ചെയ്തത്. സോ നമുക്കറിയാം എന്താണ് പറയുന്നത്. ഇറ്റ് സേസ് ദാറ്റ് ഇൻഡ്യൂസ്ഡ് EMF ഇൻ എ സർക്യൂട്ട് ഈസ് ഗിവൺ ബൈ the rate of change of magnetic flux associated with, or E equal to minus dou phi by dou t. Then induced EMF can be substituted with electric field associated with, as electric field E is equal to line integral E dot dl. And this flux density, the total flux phi b can be
replaced with flux density. That means phi b equal to surface integral b dot ds. Now, comparing this or both, substituting these two expression for EMF E and flux density B, our expression becomes surface line integral E dot dl equal to minus dot by dot T of surface integral B dot ds. Again, converting our line integral E dot dl into the surface integral using Stokes theorem. Stokes theorem use ചെയ്ത് നമ്മൾ എന്ത് ചെയ്തു, ലൈൻ ഇന്റഗ്രലിനെ സർഫസ് ഇന്റഗ്രലാക്കി മാറ്റി. പിന്നെ ചെയ്ത് മൊത്തം അത് തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക മെയിൻ ഇക്വേഷനിൽ. ബാക്കി ചെയ്യുന്നത് മൊത്തം ജസ്റ്റ് റീ അറേഞ്ച്മെന്റ് ആണ്. അതായത് കോമൺ ആയിട്ടുള്ള ഇന്റഗ്രേഷൻ ഓപ്പറേഷൻ എടുത്തു, ഡോട്ട് ഡി എസ് ഒക്കെ കോമൺ ആയിട്ടാണ്. സോ ടേക്കിംഗ് ഓൾ ദാറ്റ് തിങ്സ് ഔട്ട് സൈഡ് വി ഗെറ്റ് del cross E plus dou B by dou T equal to 0. And this equation is true only if del cross E plus dou B by dou T equal to 0. Or del cross E equal to minus dou B by dou T. This is Maxwell's third equation. ഇതാണ് മാക്സ്വെല്ലിന്റെ third equation. What is the physical meaning of this equation? ഈ ഇക്വേഷന്റെ physical meaning എന്താണ്? ഇക്വേഷന്റെ what is the physical significance of this equation? It says about what happens when a magnetic field is changing. നമ്മൾ ഇതുവരെ പഠിച്ച when we are discussing Maxwell's first equation and second equation, we are talking about static electric and magnetic field. Static ആയിട്ടുള്ള, അതായത് ടൈം മാറുമ്പോൾ ഇന്റൻസിറ്റിയിൽ വേരിയേഷൻ വരാം. ഇന്റൻസിറ്റി മീൻസ് ഫ്ലക്സ് ഡെൻസിറ്റിയിൽ വേരിയേഷൻ വരാത്ത ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ കുറിച്ചായിരുന്നു നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് in Maxwell's first and second laws. But here we see that when the flux density of a magnetic field, or when magnetic field, intensity of magnetic field is varying, it will induce an electric field. If V എന്ന് പറയുന്നത് magnetic flux density ആണല്ലോ. If magnetic flux density is dependent on time, or if the magnetic flux density is varying with respect to time, that means there is an induced electric field. എന്താണ് ടൈം വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡ്? ടൈം വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡ്സ് കൂടി പറയാം. ടൈം വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡ്സ് will create ഇലക്ട്രിക് ഫീൽഡ്. അതായത് ടൈം വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ക്രിയേറ്റ് ചെയ്യും? ഇലക്ട്രിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യും. ആൻഡ് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഈ ഒരു അസംഷൻ അല്ലെങ്കിൽ ഈ ഒരു ഫിസിക്കൽ മീനിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മീൻസ് ഡോ ബി മൈനസ് ഡോ ബി ബൈ ഡോ ടി. അത് സ്റ്റാറ്റിക് ഇലക്ട്രിക് ഫീൽഡ് ആണ്. ടൈം മാറുമ്പോൾ മാറാത്തൊരു കോൺസ്റ്റന്റ് ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ എന്ത് സംഭവിക്കും? ടൈം മാറുമ്പോൾ മാറിയില്ലെങ്കിൽ ദിസ് ഷുഡ് ബി എ കോൺസ്റ്റന്റ്. സോ അവർ ഡോ ബി ബൈ ഡോ ടി എന്താവും? 0 ആവും. സോ അറ്റ് ദാറ്റ് കേസ് ദർ വിൽ ബി നോ ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിക് ഫീൽഡ്. ആ ഒരു കേസിൽ ഇലക്ട്രിക് ഫീൽഡ് ഒരു ഇലക്ട്രിക് ഫീൽഡും പ്രൊഡ്യൂസ് ചെയ്യപ്പെടില്ല. ബട്ട് when the flux density is changing with accordance to time, or when the magnetic field is changing with respect to time or varying after some time, there will be an induced electric field due to this variation in magnetic field. Time varying magnetic field എന്ത് ചെയ്യും? Electric field create ചെയ്യും. This is the physical meaning of this equation. നമ്മൾ പഠിച്ചപ്പോൾ Maxwell's third equation shows us how the time varying magnetic field creates electric field, and it is the same physical concept, or the same, it has the same concept of Faraday's law of electromagnetic induction. Faraday's law of electromagnetic induction എന്താണ് പറഞ്ഞത്? ടൈം വേരിയിങ് ഇലക്ട്രിക് ഫ്ലക്സ്, അതായത് മാഗ്നറ്റിക് ഫ്ലക്സിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് വന്നു കഴിഞ്ഞാൽ അത് സർക്യൂട്ടിൽ ഒരു EMF ഇൻഡ്യൂസ്ഡ് ചെയ്യുന്നതാണ്. ഇത് കുറച്ചും കൂടി എക്സ്പെരിമെന്റൽ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്, അല്ലെങ്കിൽ ലോ ആണെന്ന് പറയാം. ജനറൽ ആയിട്ട് ഇപ്പൊ മൂവിങ് ചാർജസിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ എന്താണ്? ടൈം വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്യും? ഇലക്ട്രിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യും. സോ നമ്മളൊരു കോയിലോ അല്ലെങ്കിൽ ഒരു സർക്യൂട്ടോ എടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് മാക്സ്വെൽ ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ തേർഡ് ഇക്വേഷൻ യൂസിങ് സം വെക്ടർ കാൽക്കുലസ് ഹി ഡിഫൈൻ what is the condition in general case. എന്താണ് കണ്ടീഷൻ? if there is some time varying magnetic field, it will create corresponding electric field. ഇതിന് ഇമ്പോർട്ടൻസ് നിങ്ങൾ മാക്സ്വെല്ലിന്റെ ഫോർത്ത് ഇക്വേഷൻ കൂടി പഠിക്കുമ്പോൾ മനസ്സിലാവും. So now we are going to Maxwell's fourth equation. Third equation പഠിച്ചു. അതുപോലെ തേർഡ് ഇക്വേഷനും ഫോർത്ത് ഇക്വേഷനും ഒരുമിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ശരിക്കും മനസ്സിലാവും. സോ we have Maxwell's fourth equation. So Maxwell's first equation പഠിച്ചു, second equation പഠിച്ചു, third equation പഠിച്ചു. Now we are going to Maxwell's fourth equation. Maxwell's first two equations are derived.
derived from Gauss's law of electric flux and magnetic flux. Maxwell had the രണ്ട് equation Gauss's law of electric flux and magnetic flux, those relating to it. Third equation derived from Faraday's law of electromagnetism. Now we are going to derive the fourth equation. It is the most important equation in electrodynamics. This equation is originated from Ampere circuit law. നിങ്ങൾക്ക് കഴിഞ്ഞ എക്സാമിൽ ചോദിച്ച ചോദ്യമാണ് Ampere circuit law. നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നതായിരിക്കും. This Maxwell's fourth equation starts from Ampere circuit law. Ampere circuit law says that the line integral of a magnetic field on a closed loop, if we consider a closed loop L, നമ്മൾ ഒരു ലൂപ്പ് കൺസിഡർ ചെയ്യുന്നു. If we consider a closed loop L, then Ampere circuit law states that the line integral of magnetic field all along the loop. എന്താണ് ലൈൻ ഇന്റഗ്രൽ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡി എൽ എന്ന് പറയുന്ന ഒരു ലെങ്ത് കൺസിഡർ ചെയ്യാം. വാട്ട് ഈസ് ദ എമൗണ്ട് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് പാസിംഗ് ത്രൂ ദിസ് ലെങ്ത് ഡി എൽ? ഡി എൽ എന്ന് പറയുന്ന ലെങ്ത്തിൽ കൂടി എത്ര മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പാസ് ചെയ്യുന്നുണ്ട്? Now what is the total magnetic field lines passing through this line L? ഈ L എന്ന് പറയുന്ന ലൈനിൽ കൂടി എത്ര, what is the total magnetic field lines passing through this line L? It is given by line integral of closed line integral of B dot dl. And Ampere circuit law says that the line integral of B dot dl equal to product of some mu 0, which is the permittivity, into I. What is I? I is the current passing through this Amberian loop. അല്ലെങ്കിൽ ഈ Amberian loop enclose ചെയ്യുന്ന current ആണ് എന്ത്? I. ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കറണ്ട് പോവാം. വാട്ട് ഈസ് ദ സമ്മേഷൻ? ഈ Amberian loop enclose ചെയ്യുന്ന ടോട്ടൽ കറണ്ട്, ദിസ് ഈസ് ദ I. സോ what is the Ampere circuit law? Ampere circuit law says that the line integral of magnetic field along a closed loop is given by mu 0 times the total current I enclosed by that surface. ഇതാണ് Ampere circuit law. Also, we know that the magnetic flux density B can be related to magnetic field intensity. നിങ്ങൾ H എന്ന് പറയുന്ന external field intensity ആയിട്ട് പഠിച്ചിട്ടുണ്ടാവും. അതായത് when discussing about the magnetic properties of materials, we heard about this H. But in vacuum, we are deriving Maxwell's equation in vacuum. So in vacuum, this magnetic flux density B can be related to field intensity S as B equal to mu 0 H. അല്ലെങ്കിൽ ഇത്ര മാത്രം മനസ്സിലാക്കുക, ഈ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റിനെ എച്ചുമായിട്ട് എങ്ങനെ റിലേറ്റ് ചെയ്യാം? ബി ഈസ് ഈക്വൽ ടു mu 0 H. ദിസ് mu 0, യു നോ വാട്ട് ഈസ് mu 0? പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. Okay, so B equal to mu 0 H. So replace this B in Ampere circuit law with this term mu 0 H. Ampere circuit law യിലെ ഈ B എന്ന് പറയുന്ന ടേമിനെ നമ്മൾ എന്ത് ചെയ്യാം? mu 0 H സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ബിക്ക് വരെ നമ്മൾ mu 0 H സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. mu 0 H. So our Ampere circuit law becomes line integral of mu 0 H dl equal to mu 0 I. Now cancel out this mu 0. രണ്ട് ഇക്വേഷൻ രണ്ട് സൈഡിലെ mu 0 ഉള്ളതുകൊണ്ട് നമുക്കത് ക്യാൻസൽ ഔട്ട് ചെയ്തു. So our equation 1 becomes line integral of H dot dl is equal to I. Call that equation 1. So ആദ്യം Ampere circuit law കൺസിഡർ ചെയ്തു, അത് കഴിഞ്ഞ് നമ്മൾ ഡിഫൈൻ ചെയ്തു B equal to mu 0 H. അതവിടെ മീൻ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് റീഅറേഞ്ച് ചെയ്യുന്നു. അവർ ഇക്വേഷൻ ബിക്കംസ് ലൈൻ ഇന്റഗ്രൽ H dot dl equal to I. So call that equation അവിടെ വെക്കുക, call that equation 1. Now what is the current flowing through loop? If we are considering a loop, what is the total current flowing through loop? നമ്മൾ ഒരു Amberian loop കൺസിഡർ ചെയ്യുന്നുണ്ട്. If this is the Amberian loop, what is the total current flowing through that loop? It can be related to current density by I is equal to J dot ds. അതായത് നമ്മൾ ലൂപ്പ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് യു മീൻ ബൈ കറണ്ട് ഡെൻസിറ്റി? കറണ്ട് ഡെൻസിറ്റി ഈസ് ദ എമൗണ്ട് ഓഫ് കറണ്ട് പാസിംഗ് ത്രൂ യൂണിറ്റ് ഏരിയ. നമ്മൾ ഈ ഒരു സർഫസിൻ്റെ കേസ് ഇതാണ് ആംബീരിയൻ ലൂപ്പ് എൻക്ലോസ് ചെയ്യുന്ന സർഫസ് എന്ന് വിചാരിക്കും. ഇതാണ് ആംബീരിയൻ ലൂപ്പ് എൻക്ലോസ് ചെയ്യുന്ന സർഫസ്. എ ലോട്ട് ഓഫ് കറണ്ട് വെക്ടേഴ്സ് ആർ പാസിംഗ് ത്രൂ ദിസ് സർഫസ്, ഓർ ദാറ്റ് മീൻസ് എ ലോട്ട് ഓഫ് കറണ്ട് ഇസ് എൻക്ലോസ്ഡ് ബൈ ദിസ് ആംബീരിയൻ ലൂപ്പ്. നൗ കറണ്ട് ഡെൻസിറ്റി മീൻസ് ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് ചാർജ് പാസിംഗ് ത്രൂ യൂണിറ്റ് ഏരിയ. ഒരു യൂണിറ്റ് ഏരിയയിൽ കൂടി എത്ര എമൗണ്ട് ഓഫ് ചാർജ് പാസ് ചെയ്യുന്ന കറണ്ട് എത്രയാണ്, അതാണ് ചാർജ് ഡെൻസിറ്റി. ദെൻ ഇറ്റ് ക്യാൻ ബി റിലേറ്റഡ് ടു ഐ. അതായത് ഡി എസ് എന്ന് പറയുന്ന ഒരു എലമെന്റൽ ഏരിയ എടുത്തു, അതിൽ കൂടി എത്ര കറണ്ട് പാസ് ചെയ്യുന്നുണ്ട്, ഒരു യൂണിറ്റ് ഏരിയ എടുത്തു, അതിൽ കൂടി എത്ര കറണ്ട് പാസ് ചെയ്യുന്നുണ്ട്, ജെ. അങ്ങനെയാണെങ്കിൽ ഡി എസ് എന്ന ഏരിയയിൽ കൂടി എത്ര പാസ് ചെയ്യുന്നുണ്ട്,
J dot ds, current density into ds. And what is the total current passing through that loop? It is given by surface integral J dot ds. Now, we related the total current passing through this ambient loop with current density J as I equal to surface integral J dot ds. Now, this using this equation 1 and 2. So, നമുക്ക് equation 1ലും 2ലും നമ്മുടെ ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും ഇവിടെ റൈറ്റ് ഹാൻഡ് ഇവിടെ റൈറ്റ് ഹാൻഡ് സൈഡിലും ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും we have current I. So, we can equalize this equation. Equation 1 we can say equation 1 equal to equation 2. So, നമ്മുടെ equation എന്തായി? So, equation becomes I equal to line integral H dot dl is equal to surface integral J dot ds. Now, we have line integral in one side and surface integral inside. So, നമ്മൾ നോർമലി എന്താണ് ചെയ്യുന്നത്? ഇതുവരെ ചെയ്തു വന്ന ഇക്വേഷൻ മാക്സ്വെൽ ഇക്വേഷനിലൊക്കെ ചെയ്തു വന്ന പോലെ we can convert this line integral into surface integral using Stokes theorem. Stokes theorem is used to convert line integral into surface integral. So, line integral of vector H dot dl is given by, or it can be replaced by, surface integral of curl of H, or surface integral of del cross H dot ds. That is so Stokes theorem നമുക്കറിയാം, അതായത് line integral of some A dot dl can be replaced by the surface integral of del cross A ds. That means if L is the path enclosing that surface and S is the surface, then this line integral can be replaced by surface integral. അത് തന്നെയാണ് നമ്മൾ എച്ചിൻ്റെ കേസിലും അപ്ലൈ ചെയ്തിരിക്കുന്നത്. സോ ദിസ് ലൈൻ ഇൻ്റഗ്രൽ എച്ച് ഡോട്ട് ഡി എൽ എന്ന് പറയുന്ന ടേമിന് എന്ത് വെച്ച് റീപ്ലേസ് ചെയ്യാം? സർഫസ് ഇൻ്റഗ്രൽ ഡെൽ ക്രോസ് എച്ച് ഡി എസ് വെച്ച് റീപ്ലേസ് ചെയ്യാം. So, our equation becomes, so the equation 3 becomes del cross H dot ds equal to surface integral J dot ds. ഇവിടെ ലൈൻ ഇൻ്റഗ്രൽ എച്ച് ഡോട്ട് ഡി എൽ എന്ന് പറയുന്നത് സ്റ്റോക്സ് തിയറം ഉപയോഗിച്ച് മാറ്റിയിട്ട് കേളിൻ്റെ ടേംസിലാക്കിയാണ്. So, del cross H dot ds equal to J dot ds. That means, if this equation to be true, equation ശരിയാവണമെങ്കിൽ എന്താണ്? Del cross H should be J. That means some term x dot ds equal to the same surface integral J dot ds. Or if this equation is true, that means del cross H is equal to J. നമുക്ക് എന്ത് കിട്ടി? Del cross H equal to J. Okay, let's call that equation 4. ആ equation നമുക്ക് എന്ത് വിളിക്കാം? equation 4 എന്ന് വിളിക്കാം. അതവിടെ വെക്കുക. Now, we taking the curl of this, now take the curl of this equation. Sorry, take the divergence of this equation. Sorry. എന്ത് ചെയ്യാം? ഈ ഇക്വേഷൻ്റെ രണ്ട് സൈഡിലും ഡൈവേർജൻസ് എടുക്കുക. ദാറ്റ് മീൻസ് divergence of del cross H equal to divergence of J. Equation 4ന്റെ രണ്ട് സൈഡിലും ഡൈവേർജൻസ് എടുക്കുക. Now we know that divergence of a curl എന്താണ്? Divergence of curl is 0. ഒരു വെക്ടറിന്റെ if we take the divergence of curl of any vector, it should be 0. നിങ്ങൾ ഫണ്ടമെന്റൽസ് ഓഫ് വെക്ടർ കാൽക്കുലസിൽ പഠിക്കുന്ന കാര്യമാണ്. നമ്മൾ മാത്സിലും പഠിച്ചിട്ടുണ്ടാവും. ഒരു വെക്ടറിന്റെ കേളിന്റെ ഡൈവേർജൻസ് 0 ആയിരിക്കും. സോ ദാറ്റ് മീൻസ് ദിസ് ടേം ഈക്വൽ ടു 0 ആൻഡ് ഡൈവേർജൻസ് ഓഫ് ജെ ഈക്വൽ ടു 0. Divergence of J equal to 0. Let's call that equation 6 എന്ന് വിളിക്കാം. And from equation of continuity, we know that നമുക്ക് equation of continuity എന്ന് നമുക്ക് അറിയാവുന്ന കാര്യം, നമുക്ക് ഇതൊക്കെ മായ്ച്ചു കളയാം. കഴിഞ്ഞ അവർ ഈസിയിൽ എടുത്തുകൊണ്ട് ഇവിടെ എഴുതി വെച്ചാണ്. From equation of continuity, we know that divergence of J plus dou rho by dou t equal to 0. നമ്മൾ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി അല്ലേ ആദ്യം ഡിറൈവ് ചെയ്തത്. ഓർ del dot J equal to minus dou rho by dou t. Or divergence of J equal to minus dou rho by dou t. Then, from equation of continuity, we know that divergence of J equal to minus dou rho by dou t. Now these two equations, equation 6 and equation 7 contradict. ഇപ്പോൾ ഈ രണ്ട് ഇക്വേഷൻ എന്താണ്? ഇത് രണ്ടും we can say equation 6 and equation 7 are incompatible. നമ്മൾ ഈ ഇക്വേഷൻ എവിടുന്നാണ് വന്നത്? ആംബിയർ സർക്യൂട്ടലിലെ ചില വെക്ടർ കാൽക്കുലസിന്റെ റീഅറേഞ്ച്മെന്റ് നടത്തിയിട്ടാണ് അവസാനം എന്ത് കിട്ടിയത്? We get that divergence of J should be 0. But when we are looking back to equation of continuity, we understand that
the divergence of J should not be 0, it is equal to minus dou rho by dot A, or it should be related to rate of change of charge density. So ഈ രണ്ട് ഇക്വേഷൻ നമുക്ക് എന്ത് പറയാം, we can say these two equations are incompatible. So എന്ത് തോന്നുന്നു, അപ്പോൾ ആംബിയർ, and we know that ആംബിയർ സർക്യൂട്ട് law വർക്ക് ചെയ്യുന്ന ഇക്വേഷൻ which is also a working equation, and also equation of continuity is also a വർക്കിംഗ് ഇക്വേഷൻ. സോ രണ്ട് ഇക്വേഷനും നമ്മൾ എക്സ്പെരിമെൻ്റൽ കേസ് അല്ലെങ്കിൽ തിയററ്റിക്കലി വർക്ക് ചെയ്യുന്ന ഇക്വേഷനാണ്. പക്ഷേ നമ്മളത് റീഅറേഞ്ച് ചെയ്ത് വരുമ്പോൾ വി ഗെറ്റ് കോൺട്രഡിക്ഷൻ. അത് രണ്ട് ഇക്വേഷനും കോൺട്രഡിക്റ്റ് ചെയ്യുന്നു. സോ ഈ ഒരു പ്രോബ്ലമാണ് മാക്സ്വെൽ സോൾവ് ചെയ്തത്. So in order to solving that problem, Maxwell introduced a new term. ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി മാക്സ്വെൽ എന്താണ് ചെയ്തത്? Maxwell introduced a new term, del cross H is equal to J plus JD. അതായത് നിങ്ങൾ ഇക്വേഷൻ ഡിറൈവ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ഡെൽ ക്രോസ് എച്ച് ഈക്വൽ ടു ജെ എന്ന് കിട്ടിയില്ലേ. ഇതിന്റെ കേൾ എടുത്ത് ഡൈവർജൻസ് എടുത്തു കഴിഞ്ഞപ്പോഴല്ലേ പ്രശ്നം വന്നേ, കോൺട്രഡിക്ഷൻ വന്നേ. സോ മാക്സ്വെൽ എന്താണ് ചെയ്തത്? മാക്സ്വെൽ സേസ് ദാറ്റ് ഡെൽ ക്രോസ് എച്ച് ഈസ് നോട്ട് ഈക്വൽ ടു ജെ. ജെ എന്താണ്? ജെ എന്ന് പറയുന്നത് കണ്ടക്ഷൻ കറന്റ് ഡെൻസിറ്റി, ഇസ് ദ കറന്റ് ഡെൻസിറ്റി. ഡെൽ ക്രോസ് എച്ച് ഈസ് നോട്ട് ഓൺലി ഈക്വൽ ടു ജെ, J plus some JD, and he called this JD as displacement current density. Maxwell introduced a new term, JD, which is called displacement current density. So del cross H is equal to J plus JD. Maxwell ഒരു പുതിയ ടേം ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതാണ് മാക്സ്വെൽ സ്വന്തമായിട്ട് ചെയ്ത കാര്യം നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. ബിക്കോസ് ബട്ട് ഇറ്റ് ഹാസ് ലാർജ് ഇംപ്ലിക്കേഷൻസ്. അതിന് നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും വലിയ ഇമ്പാക്റ്റ് ഉണ്ട്. ദിസ് ടേം വിൽ സോൾവ് ദിസ് കോൺട്രഡിക്ഷൻ. ഈ നേരത്തെ പറഞ്ഞ ആംബിയർ സർക്യൂട്ട് ലോയും ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റിയും തമ്മിലുള്ള കോൺട്രഡിക്ഷൻ സോൾവ് ചെയ്യാൻ മാക്സ്വെലിന്റെ ഈ മോഡിഫിക്കേഷൻ പറ്റും. ബിക്കോസ് ഡെൽ ക്രോസ് എച്ച് ഈസ് ഈക്വൽ ടു ജെ പ്ലസ്, ഇഫ് വി സബ്സ്റ്റിറ്റ്യൂട്ട് ഡെൽ ക്രോസ് എച്ച് ഈസ് ഈക്വൽ ടു ജെ പ്ലസ് ജെ ഡി, ദെൻ ടേക്കിംഗ് ഡൈവേർജൻസ് ഓഫ് ദിസ് ഇക്വേഷൻ 7 ഡൈവേർജൻസ് എടുത്തു കഴിഞ്ഞാൽ എന്ത് പറ്റും? This equation divergence of del cross H is equal to 0. It become divergence J plus divergence JD equal to 0. Or we can say divergence J plus divergence JD equal to 0 because divergence of curl equal to 0. So rearranging that equation, we get divergence of J equal to minus divergence of JD. Or divergence of J, നമുക്കറിയാം ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എന്ന് അറിയാവുന്ന കാര്യം എന്താണ്? Divergence of J equal to minus dou rho by dou t, or minus dou rho by dou t equal to minus divergence of JD. എന്ത് ചെയ്യാം? Divergence of J ക്ക് പകരം minus divergence of JD substitute ചെയ്യാം. So our equation becomes dou rho by dou t equal to del dot JD. And from Maxwell's first law, we know rho equal to del dot t. So നമ്മൾ ഇന്നിത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവാൻ ചാൻസ് ഇല്ല. എത്ര സമയത്തിന് നമുക്ക് 12:04. ഓക്കെ. സോ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മാക്സ്വെലിൻ്റെ വി ആർ ഡിറൈവിങ് മാക്സ്വെൽസ് ഫോർത്ത് ഇക്വേഷൻ. സോ ഇക്വേഷൻ്റെ ഡെറിവേഷൻ നമുക്ക് നാളെ അടുത്ത ക്ലാസ്സിൽ കംപ്ലീറ്റ് ചെയ്യാം. സോ ഒന്നും കൂടി പറയാം. So initially we discussed about the equation of continuity. What is equation of continuity? It is just another representation of conservation of charge. The mathematical expression is del dot J is equal to minus dou rho by dou t. Or it says that if amount of charge inside, if we consider an imaginary volume, then the amount of charge inside that volume is changing. If that is changing, that means, or decreasing, specifically say if decreasing, that means a current is flowing out of surface. It is the physical meaning of equation of continuity. Now, after that, we started to derive Maxwell's 4 equations. So first equation, it is derived from Gauss's law in electric flux. Gauss's law in electric flux il ninnu nammal derive cheythathu. It says that del dot E equal to rho by epsilon 0, or using Gauss's law in electric flux, surface integral of E dot ds equal to 0. What is the physical meaning? The physical meaning എന്തായിരുന്നു? It says that if we have some imaginary volume V enclosed by a surface S, then the net flux enclosed by surface is proportional to, or it is related to, the charge density. That means if a charge is present inside the volume, that means there we should have a finite value for net flux enclosed by surface. ഒരു വോളിയം നമ്മൾ ഇമാജിൻ ചെയ്യുന്ന വോളിയത്തിനുള്ളിൽ ചാർജ് പ്രസന്റ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും?
അത് എൻക്ലോസ് ചെയ്യുന്ന ഫ്ലക്സ് എന്ന് പറയുന്നത് അതിനൊരു പോസിറ്റീവ് ഓർ നെഗറ്റീവ് വാല്യൂ അല്ലെങ്കിൽ അതിനൊരു ഫൈനൈറ്റ് വാല്യൂ ഉണ്ടെന്ന് പറയാൻ പറ്റും. ആൻഡ് ഇറ്റ് ഓൾസോ പ്രൂവ്സ്. സോ ഒരു ചാർജ്. Okay. Now the second Maxwell's equation is just another representation of Maxwell's law in magnetism. Mathematically, it is given by del dot B is equal to 0. What is the physical meaning? In case of an imaginary volume V, then the net magnetic flux enclosed by that surface equal to 0. നമ്മൾ ഏത് മാഗ്നറ്റിന്റെ ഉള്ളിലോ എടുത്തോ അല്ലെങ്കിൽ ഒരു ആറ്റത്തിന്റെ മെറ്റീരിയലിന്റെ ഉള്ളിലോ, in every case the net magnetic flux enclosed by a surface should be 0. And it reminds us that magnetic monopoles don't exist. Magnetic monopoles exist ചെയ്യുന്നില്ല. അല്ലെങ്കിൽ നമുക്കൊരു നോർത്ത് പോൾ മാത്രമായിട്ട് ഒരു വോളിയത്തിനുള്ളിൽ കൊണ്ടുവെക്കാൻ പറ്റിയിരുന്നെങ്കിൽ നമുക്കൊരു നെറ്റ് ഫ്ലക്സിന് ഒരു വാല്യൂ, പോസിറ്റീവ് ഓർ നെഗറ്റീവ് വാല്യൂ കിട്ടിയേനെ. ബട്ട് വി ക്യാൻ ഡു ദാറ്റ്. We can separate this north and south poles. So that means magnetic monopoles don't exist. And third equation reminds us that how a time varying magnetic field produces electric field. എങ്ങനെയാണ് ടൈം മാഗ്നറ്റിക് ഫീൽഡിൽ വേരിയേഷൻ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ സമയം മാറുമ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ചേഞ്ചസ്, how an electric field is induced. And it is derived from Faraday's law of electromagnetic induction. അപ്പോൾ ഈ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ നോട്ട് നോക്കുക, ടെസ്റ്റ് നോക്കുക, ഇതൊക്കെ വായിച്ചു നോക്കുക. അന്ന് തന്നെ വായിച്ചു കഴിഞ്ഞാൽ അന്ന് തന്നെ മനസ്സിലാവും. പിന്നെ മാത്സ്, ഡെറിവേഷൻ അതൊക്കെ നിങ്ങൾ പഠിച്ചേ പറ്റൂ, അല്ല അത് എളുപ്പ വഴിയൊന്നുമില്ല. സോ മാക്സ്വെൽസ് ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ മൊഡ്യൂളിൽ എന്തായാലും പഠിക്കണം, എക്സാമിന് വരാൻ ചാൻസ് ഉള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ് മാക്സ്വെൽസ് ഇക്വേഷൻ. സോ ഫോർത്ത് ഇക്വേഷൻ്റെ ഡെറിവേഷൻ്റെ കണ്ടിന്യൂവേഷൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. അപ്പോൾ 12:08 നിങ്ങൾക്ക് അറ്റൻഡൻസ് പറഞ്ഞു. 1 2 absent. 3 4 5 Sir, 2 present. 6 വരെ ഞാൻ കേട്ടു, ബാക്കി പറ. 7 8 9 11 12 13 14 15 15